So, hi guys, and welcome to today's session of the Hindu Decode by Geoid. So, നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് ഈ കൺസർവേഷൻ മാനുവൽ ഡ്രാഫ്റ്റഡ് ബൈ ദ ഓർഡിനറി സിറ്റിസൺ. സോ ഇത് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, GS പേപ്പർ 1-ലാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ വരുന്നത്. അതേപോലെ ഈ കൺസർവേഷൻ ഓഫ് മോണുമെന്റ്സും ഈ കൾച്ചറൽ ഹെറിറ്റേജും ഒക്കെ ഡയറക്റ്റ് സിലബസ് ടോപ്പിക്കുകളാണ്. അതേപോലെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഹെറിറ്റേജ് കൺസർവേഷനിൽ വരുന്ന ആ ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഓക്കെ, ഡിസ്കസ് ദി ചാലഞ്ചസ് ഇൻ ഹെറിറ്റേജ് കൺസർവേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഓൾ, ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റീസിന്റെ റോൾ എന്താണ്, ഒരു കൾച്ചറൽ ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യുന്നതിൽ കമ്മ്യൂണിറ്റീസിന്റെ റോൾ എന്താണ്, അതിനെപ്പറ്റി ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ GS പേപ്പർ 2 ഗവർണൻസ് ആൻഡ് പോളിസിയിലും എൻവയോൺമെന്റ് ഡെവലപ്മെന്റിലും GS പേപ്പർ 3 പിന്നെ എത്തിക്സിലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മുടെ PM ആൾക്കാരെ ഓർമ്മിപ്പിച്ചിരുന്നു ദാറ്റ് വി ഷുഡ് നോട്ട് ഫോർഗെറ്റ് ദി ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് ദി ഹിസ്റ്ററി ഓഫ് അവർ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദി കൊളോണിയൽ റൂൾ. അതേപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യനെ പറ്റിയിട്ട് ഈ ഒരു ന്യൂസിൽ മെയിൻലി പറയുന്നുണ്ട്. സോ ഇവരുടെ മെയിൻ ആയിട്ടുള്ളൊരു ജോലി എന്താണെന്ന് നമുക്കറിയാം. ഇവർ ഈ ദേ വിൽ പിക്ക് സം മോണുമെന്റ്സ്, അവരതിനെ റിപ്പയർ ചെയ്യുന്നു ആൻഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ലൈക്ക് ഐസൊലേറ്റഡ് ബിൽഡിങ്സ്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രം അത് വളരെ വലുതാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡൈവേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മോണുമെന്റ്സ്. അതായത് നമ്മളിപ്പോൾ ചില വളരെ ഫ്യൂ റാൻഡം ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് if we only repair a few structures, we lose the broader story and memory of our past. സോ നമുക്ക് ഇവിടെ വേണ്ട ഒരു സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ഓക്കെ, നമ്മൾ മോണുമെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, വി ഹാവ് ടു ബട്ട് ഓൾസോ ടു പ്രിസർവ് ദി ട്രഡീഷൻസ്, സ്റ്റോറീസ്, കൾച്ചറൽ പ്രാക്ടീസസ്, ആർക്കൈവ്സ് ആൻഡ് ലിവിങ് മെമ്മറി ഓഫ് അവർ ഹിസ്റ്ററി. ഓക്കെ, അതപ്പോൾ മോണുമെന്റ്സിൽ മാത്രം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ നമ്മുടെ ആ ഒരു ഇത് അവസാനിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ട്രഡീഷൻസിനെയും ആ ഒരു കൾച്ചറൽ പ്രാക്ടീസസും എല്ലാത്തിനെയും നമ്മൾ പ്രിസർവ് ചെയ്യണം. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമ്മുടെ PM ഹി സേസ് റിമെമ്പർ അവർ ഫ്രീഡം ഹിസ്റ്ററി, ബട്ട് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ദേ ആർ ഓൺലി ഫിക്സിങ് ഓൾഡ് ബിൽഡിംഗ്. സോ ഇന്ത്യ നീഡ്സ് എ ബിഗർ പ്ലാൻ ടു കീപ് ദി ഹിസ്റ്ററി അലൈവ് ഇൻ പീപ്പിൾസ് മൈൻഡ്. സോ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിൽ ആ ഒരു ഈ മോണുമെന്റ്സ്, ഏൻഷ്യൻ മോണുമെന്റ്സ് അത് പ്രിപ്പയർ അല്ലെ സോറി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് റൂളിന്റെ കാലഘട്ടങ്ങളിൽ ചില നിയമങ്ങളും പിന്നെ ഈ ജോൺ മാർഷലിന്റെ കൺസർവേഷൻ മാനുവലൊക്കെ ഉണ്ടായിരുന്നു 1923. സർ ജോൺ മാർഷൽ നമ്മുടെ ഇന്ത്യൻ ആർക്കിയോളജിയുടെ ഫസ്റ്റ് ഡയറക്ടർ ജനറലാണ്. ഓക്കെ, പുള്ളിയുടെ പുസ്തകത്തില് നേരെ പറയുന്നത്, അതായത് ഇറ്റ് എസ്റ്റാബ്ലിഷ് സം റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഓക്കെ, ഈ കൊളോണിയൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഏൻഷ്യൻ മോണുമെന്റ്സിന്റെ ആ ഒരു റിപ്പയറിംഗ് മെയിൻറ്റെയിൻസ് എങ്ങനെ ചെയ്യണം എന്ന് ഉള്ള ആ ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു പുള്ളിയുടെ ബുക്കിൽ ബേസിക്കലി ഉണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് സം ഗൈഡൻസ് ഫോർ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആൻഡ് ഓൾ. അതായിരുന്നു അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ്. ഇപ്പോഴും, അതായത് ഈവൺ നൗ ഇന്ത്യ സ്റ്റിൽ ഫോളോസ് ദ സെയിം ഓൾഡ് റൂൾസ്. ഓക്കെ, നമ്മൾ ഇപ്പോഴും ഈ ഒരു മാർഷൽ അപ്രോച്ചാണ് നമ്മളിപ്പോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലസ് ചില ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ജോൺ മാർഷലിന്റെ കൺസർവേഷൻ മാനുവലാണ് ശരിക്കും ഈ റിപ്പയർസും സ്ട്രക്ചേഴ്സും ഈ സാധനങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അതെങ്ങനെ പ്രിസർവ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു ഇത്. അതേ മോഡൽ തന്നെയാണ് ഇന്ന് 2025 നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് മോണുമെന്റ്സ് ഇപ്പൊ തകർന്നു വീഴുന്നുണ്ട്. ഓക്കെ, as seen in surveys, audit and even some court cases and all. 2014 ഒരു കൺസർവേഷൻ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റ്. ഓക്കെ, ബട്ട് ഇറ്റ് ഹാസ് ബീൻ അപ്ലൈഡ് വെരി ഇറഗുലർലി. Okay, so now the government is trying corporate adoption of monuments. Okay, ഇതാണ് ഇപ്പോൾ ഉള്ള കറന്റ്ലി ഉള്ള നമ്മുടെ ഒരു അപ്രോച്ച്, ഗവൺമെന്റിന്റെ അപ്രോച്ച് ഇതാണ്. അതായത് സിമ്പിൾ ടേക്ക് അവേ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ ഇപ്പോഴും വി ആർ സ്റ്റിൽ സ്റ്റക്ക് വിത്ത് ദി കൊളോണിയൽ സ്റ്റൈൽ കൺസർവേഷൻ മോഡൽ. ഓക്കെ, അത് അത് ബേസിക്കലി അത് മെയിൻലി ആ ഒരു ഫിസിക്കൽ റിപ്പയേഴ്സിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ ഒരുപാട് പോളിസീസും ഇപ്പൊ ഈ കോർപ്പറേറ്റ് ഹെൽപ്പ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി മോണുമെന്റ്സ് കണ്ടിന്യൂ ടു ഡീകേ. ഓക്കെ, സോ ഇറ്റ് ഷോസ് ദാറ്റ് ദി നീഡ് ഫോർ എ മോർ മോഡേൺ, മോർ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഹെറിറ്റേജ് കൺസർവേഷൻ. സോ ഈ ഒരു കൺസർവേഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ട കുറച്ച് ഐഡിയാസും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അതായത് വെറുതെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ വെറുതെ റിപ്പയർ ചെയ്തിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഗാന്ധിയൻ ലെസൺസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാന്ധിയുടെ ആ ഒരു സർവോദയ ഐഡിയ ഉണ്ടല്ലോ, അതായത് കൺസർവേഷൻ ഇറ്റ് ഷുഡ് നോട്ട് ഓൺലി പ്രൊട്ടക്ട് ദി മോണുമെന്റ്സ്.
ഓക്കെ, അവിടുത്തെ ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കണം. ഓക്കെ, തൊഴിലവസരങ്ങളും ലൈവ്ലിഹുഡൊക്കെ കൊടുക്കാൻ പറ്റണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ടീച്ച് ദി സൊസൈറ്റി അബൌട്ട് ദി ക്രിയേറ്റിവിറ്റി ഓഫ് ദ ബിൽഡേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പേർട്സിനെ, ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള എക്സ്പേർട്സിനെ നമ്മളിവിടെ കൊണ്ടുവരണം. ഓക്കെ, ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഡയലോഗ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ട്രാൻസ്ലേറ്റേഴ്സ് നമുക്ക് വേണം, ബയോളജിസ്റ്റുകൾ വേണം, എക്കണോമിസ്റ്റ് വേണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഒരു പ്രിൻസിപ്പിൾസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഫോർ കൺസർവേഷൻ. അതേപോലെ ഇപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഒരു വ്യൂ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാസ്റ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ടുഡേ. ഓക്കെ, ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുത്തേ പറ്റൂ. ഓക്കെ, ആൻഡ് ആ ഒരു കൺസർവേഷൻ വർക്ക് അത് കുറച്ചും കൂടി വിസിബിൾ ആക്കണം, അത് ഹോണസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ആൾക്കാർക്ക് മനസ്സിലാവണം എന്താണ് ഒറിജിനൽ, എന്താണ് റിപ്പയർഡ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവണം. ആൻഡ് വി മസ്റ്റ് കീപ് റിവ്യൂയിങ് ദി പ്രിസർവേഷൻ മെറ്റീരിയൽസ് ഓവർ ടൈം. ഓക്കെ, അതേപോലെ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റുകൾ ഇതിൽ പറയുന്നത് മോണുമെന്റ്സ് ഇക്കോസിസ്റ്റമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ഓക്കെ, വാട്ടർ ബോഡീസും ഫോറസ്റ്റും ഹ്യൂമൻ സെറ്റിൽമെന്റ്സും ഒക്കെ ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഐസൊലേറ്റിംഗ് ദി മോണുമെന്റ്സ് വിത്ത് ദി ബൗണ്ടറി വാൾസ്, നമ്മൾ ആ ഒരു നാച്ചുറൽ സറൗണ്ടിങ്സിന്റെ കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ എക്കണോമിസ്റ്റുകൾ പറയുന്നത് വി ഷുഡ് ബി ആ ഒരു വാല്യൂ ഷുഡ് ബി ഇൻ യൂസ് ആൻഡ് ഫങ്ഷൻ. അതായത് പുറത്തുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മൂടി പിടിപ്പിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മോണുമെന്റ് അത് പൊട്ടി, അതായത് ഇപ്പോൾ അതിൻ്റെ വാൾസിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള കോർ പ്ലേസിന് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടുത്തെ ഒരു വെന്റിലേഷൻ നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് വെറുതെ മറ്റേ മതിലിൽ പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു വാല്യൂ ഇറ്റ് ഷുഡ് ബി ഇൻ യൂസ് ആൻഡ് ഫങ്ഷൻ. ഓക്കെ, നോട്ട് ജസ്റ്റ് അപ്പിയറൻസ്. വളരെ റെയർ ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് മോണുമെന്റ്സ് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ബഡ്ജറ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഓക്കെ, അതേപോലെ സംടൈംസ് വി മസ്റ്റ് ആ ഒരു ക്രിയേറ്റീവ് റീയൂസ്, അതായത് ഈ ഒരു വി മസ്റ്റ് യൂസ് സബ്മേർജ്ഡ് ടെമ്പിൾസ് ആസ് റിസർച്ച് ലാബ്സ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ഓൺലി പ്രിസർവിങ് ഫോർ ലുക്സ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേക്ക് അവേ എന്താന്ന് പറഞ്ഞാൽ, കൺസർവേഷൻ അത് പീപ്പിൾ സെൻട്രിക് ആയിരിക്കണം. ആൻഡ് ഇക്കോസിസ്റ്റം അവെയർ, ഒരു എക്കോസിസ്റ്റം അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫങ്ഷൻ ഓറിയന്റഡ്. ഓക്കെ, ആൻഡ് ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഇൻസൈറ്റ്സ് അത് വേണം ഇവിടെ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പഴയ ബ്രിട്ടീഷ് സ്റ്റൈൽ റിപ്പയർ ആൻഡ് പെയിന്റ് മെത്തേഡ് അല്ല ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പുതിയ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ ഇവിടുത്തെ ഈ ഒരു കൺസർവേഷൻ എന്നുള്ളത് വെറും ഗവൺമെന്റിന്റെ മാത്രം ഒരു ജോലിയായിട്ട് നമ്മൾ കാണരുത്. ഓക്കെ, ഇവിടെ വേറെ കുറച്ച് ഐഡിയാസും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇവിടെ ഒരുപാട് ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഇവിടെ ആവശ്യമാണ്. ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിലും എക്സ്പേർട്ട്, ലോക്കൽസ്. ഓക്കെ, അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് ഒരു കൺസർവേഷന് വേണ്ടിയിട്ട്. സോ ഹിയർ ദർ ഇസ് എ ഡിബേറ്റ് ഹിയർ. ഓക്കെ, ഇപ്പോൾ സിറ്റിസൺസിന്റെ റോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ബി അവെയർ ആൻഡ് എഡ്യൂക്കേറ്റഡ്. ഓക്കെ, ഇപ്പോൾ ഈ കല്ലിലൊക്കെ എഴുതിയ ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റണം. അങ്ങനെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി വായിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി ത്രൂ ദി മോണുമെന്റ്സ്. ഓക്കെ, മോണുമെന്റ്സ് ദേ ആർ മിറേഴ്സ്. ഓക്കെ, സോ നമ്മുടെ പഴയ കാലത്ത് ആ ഒരു ബയസസും ആ ഒരു പ്രജുഡിസും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ ഒരു മോണുമെന്റ്സിൽ. ഓക്കെ, ഇറ്റ് റിഫ്ലെക്ട്സ് അവർ സൊസൈറ്റി. ഫൈനൽ വിഷൻ എന്താന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ മോണുമെന്റ്. ഓക്കെ, അതായത് ഈ വാൾസ് ഇല്ലാത്തൊരു മോണുമെന്റ് ആയിട്ട് വേണം നമ്മൾ ഇന്ത്യനെ തന്നെ ഓവറോൾ കണക്കാക്കാൻ. അതായത് നമ്മുടെ ഹെറിറ്റേജ് ഇറ്റ് ഈസ് എവ്രിവെയർ അല്ലേ. അത് വെറും അമ്പലങ്ങളിലും അതേപോലെ ഫോർട്ടുകളിലും മാത്രമല്ല. ദ പ്രിസർവിങ് മോണുമെന്റ്സ് ഈസ് റിയലി അബൌട്ട് പ്രിസർവിങ് അവർ ഓൺ ഐഡന്റിറ്റി ആൻഡ് മെമ്മറി. സോ ഈ ഒരു കൺസർവേഷൻ എന്നുള്ളത് ഗവൺമെന്റിന്റെ മാത്രം ജോബ് അല്ല. ഇറ്റ് ഈസ് അബൌട്ട് പീപ്പിൾ, മെമ്മറി, വാല്യൂസ് and identity. Okay, where every Indian is a stakeholder here. So we'll move on to the next topic, which is in Namibia, India shows a new way to engage Africa. IR ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഓക്കെ, സോ കഴിഞ്ഞ ജൂലൈയിൽ നമ്മുടെ PM നമീബിയയിൽ പോയിരുന്നു. ആൻഡ് പുള്ളി അവിടെ ഒരു ഫോർമൽ സ്പീച്ചൊക്കെ നടത്തി. ഓക്കെ, ഹി ഡിഡൻറ്റ് ജസ്റ്റ് ഗിവ് എ ഫോർമൽ സ്പീച്ച്. പുള്ളി ഒരുപാട് ഈ നമീബിയൻ പോയിറ്റ്സിന്റെ ചില വരികളൊക്കെ കോട്ട് ചെയ്തു. അതേപോലെ തന്നെ ചില ലോക്കൽ സിംബൽസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അവിടുത്തെ ചില സ്പെഷ്യൽ പ്ലാന്റ്സും ആനിമൽസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഹി ഈവൻ സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ഇൻ ദെയർ ഓൺ ലാംഗ്വേജ്. ഓക്കെ, അവിടുത്തെ ഒഷുവാംബോ എന്ന് പറയുന്ന അവരുടെ ലാംഗ്വേജിൽ ചില വാക്കുകളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ആൾക്കാർ ചിരിച്ച് കൈയടിച്ച് ദേ ഫെൽറ്റ് കണക്റ്റഡ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റൈല് ഇറ്റ് ഷോഡ് ദി റെസ്പെക്ട് ഫോർ നമീബിയാസ് കൾച്ചർ.
അല്ലെ? അതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കുറച്ചും കൂടി ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് ഈക്വൽസ്. ഓക്കെ, നോട്ട് ഇൻ എ സുപ്പീരിയർ വേ. ഇന്ത്യയുടെ മെസ്സേജ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ കൾച്ചർ ആൻഡ് റെസ്പെക്ട്. സോ വെസ്റ്റേൺ കൺട്രീസ്, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ദി ഓഫൺ ഗീവ് എയ്ഡ് വിത്ത് കണ്ടീഷൻസ്, അല്ലേ? അതായത് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും, എസ്പെഷ്യലി അമേരിക്ക മാത്രമല്ല, യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. അവർ പറയുന്നത് അവരെന്തെങ്കിലും സാധനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് ഭയങ്കര അധികം കടപ്പെട്ട ആൾക്കാരായിരിക്കണം. ഓക്കെ, അതായത് അവർ പറയുന്നത് പിന്നെ കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ തരുന്ന എയ്ഡൊക്കെ ഇവർ കട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ആൻഡ് ദേ ആർ ട്രൈങ് ടു കൺട്രോൾ മൈഗ്രേഷൻ ആൻഡ് ഓൾ. ഒരുപാട് കൺട്രോൾ വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു എയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇവർ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നോക്കും വെസ്റ്റേൺ കൺട്രീസ്. സോ നമ്മളൊരിക്കലും അതേപോലെ ആവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ഈ ഒരു വേ ഇറ്റ് ഈസ് സീൻ ആസ് എ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റെസ്പെക്ട്. ഓക്കെ, ഈ വെസ്റ്റേൺ എയ്ഡ് ഇറ്റ് ഓഫൺ ഫീൽസ് ലൈക്ക് പ്രഷർ ആൻഡ് കൺട്രോൾ. ഓക്കെ, സോ ആഫ്രിക്കൻ കൺട്രീസുമായിട്ടുള്ള നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇന്ത്യ റിമെയിൻസ് ആഫ്രിക്ക ഓഫ് ഇറ്റ്സ് ഓൾഡ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഇന്ത്യ നമീബിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഫ്രീഡം സ്ട്രഗിളിനെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരുടെ സ്വാപ്പോന്റെ ഫസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ തുടങ്ങാൻ നമ്മൾ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഈ സ്വാപ്പോ അല്ലെങ്കിൽ SWAPO എന്നുള്ളത് സൗത്ത് വെസ്റ്റ് ആഫ്രിക്കൻ പീപ്പിൾസ് ഓർഗനൈസേഷൻ ആണ്. ഇത് 1960 ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി ഇതിന് മെയിൻ ആയിട്ടൊരു എയിം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ആൾക്കാരെ ആ ഒരു ഫ്രീഡം ആ ഒരു ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ യുണൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ആ ഒരു ആൾക്കാരെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. ഓക്കെ, 1960 ഇത് കണ്ടുപിടിച്ചിട്ട് 1990 അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെയും ഈ ഒരു പാർട്ടി തന്നെയാണ് നമീബിയ ഭരിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യ സപ്പോർട്ടഡ് നമീബിയാസ് ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് വി ഹാവ് ഗീവ് സ്പേസ് ടു സ്വാപ്പോസ് ഫസ്റ്റ് ഓഫീസ്. നമ്മുടെ ഒരു ലെഫ്റ്റനന്റ് ജനറൽ പ്രേംചന്ദിനെ നമ്മൾ UN പീസ് കീപ്പിങ്ങിലോട്ട് ഇവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ടൈമിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ത്യ ഹാസ് ഓൾവേസ് സ്റ്റുഡ് വിത്ത് ആഫ്രിക്ക. വെസ്റ്റേൺ പവേഴ്സിനെ പോലെയല്ല, അവർ വരും അവർ പോവും, പക്ഷെ ഇന്ത്യ എപ്പോഴും ആഫ്രിക്കയുടെ കൂടെ നിന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ പ്രസന്റ് കോപ്പറേഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഈസ് എ വെരി കീ ട്രേഡ് പാർട്ട്ണർ ഫോർ നമീബിയ. നമീബിയ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആയിട്ട് ഒരു $800 million ആ ഒരു ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഇവർ തമ്മിലുണ്ട്. ഇന്ത്യ പിന്നെയും ആഫ്രിക്ക ഡെവലപ്മെന്റ് പാർട്ട്ണർഷിപ്പിൽ ഏകദേശം ഒരു $12 ബില്യൺ അതിന്റെ ഒരു പാർട്ട്ണർഷിപ്പാണ് നമുക്കുള്ളത്. ഓക്കെ, ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യ ആഫ്രിക്ക ഡെവലപ്മെന്റ് പാർട്ട്ണർഷിപ്പ് ആണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു $12 ബില്യൺ അടുത്തുള്ള ഒരു ഡീലുണ്ട്. അവരുടെ ഒരു കപ്പാസിറ്റി ബിൽഡിങ്ങിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമീബിയൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു IT വിങ്ങിലൊക്കെ ദി സെന്റർ ഓഫ് എക്സലൻസ് ഇൻ IT അറ്റ് നമീബിയ യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ക്യാമ്പസിൽ ഇന്ത്യ വിങ് തന്നെയുണ്ട്. ഓക്കെ, സോ ഇന്ത്യ ഹെൽപ്സ് ടു ബിൽഡ് സ്കിൽസ് ആൻഡ് institutions. Okay, we are helping them to build skills and institutions, not just extract their resources. വളരെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവരുമായിട്ട്. ഇപ്പൊ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ UPI ഉണ്ടല്ലോ. നമീബിയാണ് ആദ്യത്തെ ആഫ്രിക്കൻ കൺട്രി ടു അഡോപ്റ്റ് ദി UPI. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ഡിജിറ്റൽ ടൂൾസ് അവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. And we are offering some scalable digital payment systems, regulations, and user-friendly technology. So India wants to grow with Africa into the digital future. പണ്ട് നമ്മൾ ഇവർക്ക് സോളിഡാരിറ്റി ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് വി ആർ ഹെൽപ്പിംഗ് ദം ഇൻ ട്രേഡ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. ഭാവിയിൽ അത് ഡിജിറ്റൽ ടെക്നോളജിക്കൽ ടൈപ്പ് ആയിട്ട് മാറും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമീബിയായിട്ട് കുറച്ചും കൂടി അടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരൊരു പാർട്ട്ണർ ആക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കാം. വൈ നമീബിയ? ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഇവർ പൊളിറ്റിക്കലി ഭയങ്കരധികം സ്റ്റേബിൾ ആണ് നമീബിയ. അവരുടെ അടുത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട്. അത് നമ്മുടെ ടെക്നോളജിക്ക്, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യസ് ഇൻഡസ്ട്രീസ്. ഇരു രാജ്യങ്ങൾക്കും ദേ ഷെയർ എ ഹിസ്റ്ററി ഓഫ് ഫ്രണ്ട്ഷിപ്പ്. Okay, so they share a history of friendship and they are now looking into future together.
നമുക്ക് രണ്ടുപേർക്കും ഉള്ളത് വി ഹാവ് എ സെയിം ഗ്ലോബൽ വിഷൻ. അതായത് നമീബിയയുടെ പ്രസിഡന്റിന് പുള്ളിക്ക് വേണ്ടത് റിഫോംസ് ആണ്. ഓക്കെ, വളരെ അൺഫെയർ ആയിട്ടുള്ള ഗ്ലോബൽ ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം എല്ലാം മാറ്റണം, അതിൽ റിഫോംസ് കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയുള്ള ഒരാളാണ് നമീബിയൻ പ്രസിഡന്റ്. ഓക്കെ, ഇന്ത്യ ഓൾസോ പുഷസ് ഫോർ എ ഫെയർ ആർ മോർ ഇൻക്ലൂസീവ് വേൾഡ് ഓർഡർ അല്ലേ. UN റിഫോംസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളും. സോ ദിസ് മേക്ക് അവർ ഫ്രണ്ട്ഷിപ്പ് നോട്ട് ജസ്റ്റ് ബയലാറ്ററൽ ബട്ട് ഓൾസോ സ്ട്രാറ്റജിക് അറ്റ് ദി ഗ്ലോബൽ ലെവൽ. ഇവിടെയുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഡെസ്പൈറ്റ് ദി സ്ട്രോങ് വേർഡ്സ് ഈ നമീബിയ ആയിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു എൻഗേജ്മെന്റ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ കൺസിസ്റ്റന്റ്. ഓക്കെ, അതായത് അതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് പ്രൈം മിനിസ്റ്റർ മോദി's trip in the 2025. He is the first, it is the first by an Indian prime minister in approximately 30 years. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താന്ന് പറഞ്ഞാൽ ഓൺലി 2 മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവർ തമ്മിൽ സൈൻ ചെയ്തത്. എന്റർപ്രണർഷിപ്പിലും അതേപോലെ ഹെൽത്തിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യ ലീഡ് ചെയ്യുന്ന ചില ഗ്ലോബൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് ഒക്കെ ഉണ്ട്. ഇതൊരു മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ഇനീഷ്യേറ്റീവ് ആണ്. നമ്മളാണ് ഇത് ലോഞ്ച് ചെയ്തത്. നമ്മൾ G20 നടത്തിയ സമയത്ത് നമ്മളാണ് അത് ലോഞ്ച് ചെയ്തത്. ആ ഒരു ബയോഫ്യൂവൽസിന്റെ ആ ഒരു യൂസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്ലോബലി അതിൻ്റെ ആ ഒരു യൂസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആൻഡ് ഈ കോയലേഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന മറ്റൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലും കൂടി നമീബിയ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതും ഇന്ത്യ നയിക്കുന്നതാണ്. Okay, so it is symbolic, but it is not a big ticket deal. So India-Namibia partnership, it has a strong potential. Okay, we share history, resources, global visions and all, but we need more consistent outcome-driven engagement to move beyond symbolism. അതേപോലെ ഇവിടെ ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ് ഫോർ ആഫ്രിക്ക ഇന്ത്യൻ റിലേഷൻസ്. സോ ഈ ഒരു ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ് ഇത് 3 വർഷത്തിൽ ഒരിക്കൽ നടത്തണമെന്നാണ്. ഹൗവർ ദ റൂൾ ഹാസ് നോട്ട് ബീൻ സ്ട്രിക്ട്ലി ഫോളോഡ്. ഓക്കെ, സോ അടുത്ത ഈ ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ് ഇറ്റ് ഈസ് എ ബിഗ് ചാൻസ് ഫോർ ഇന്ത്യ. ഓക്കെ, നമ്മുടെ ഈ ഒരു ആഫ്രിക്കയിലോട്ടുള്ള നമ്മുടെ ഈ ഒരു കണക്ഷൻസ് നമ്മൾ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള ഈ ഒരു മൊമെൻറ്റം നമ്മളത് കൺസോളിഡേറ്റ് ചെയ്യണം. ഇപ്പോൾ മോദിജി ഇപ്പോൾ നമീബിയയ്ക്ക് ട്രിപ്പൊക്കെ പോയി മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്നും കൂടി കൺസോളിഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആൻഡ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കീ ലെസൺസ് എന്തൊക്കെയാണ്, അതേപോലെ കുറച്ച് ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ സ്പീച്ചസും ഈ കൾച്ചറൽ റെഫറൻസും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെ, പക്ഷെ ഇന്ത്യക്ക് വേണ്ടത് കുറച്ചും കൂടി റിയൽ ലോങ് ടേം പ്രോജക്ട്സ് ആണ്. ഓക്കെ, സോ പിന്നെ ഇന്ത്യ ഓഫൺ പ്രോമിസ്. ഓക്കെ, ബട്ട് നമ്മളൊരുപാട് അതായത് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്, പക്ഷെ അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷനിലോട്ട് വരുന്ന ടൈമിൽ അത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നമ്മുടെ ബ്യൂറോക്രസിയാണ്. ഓക്കെ, ബ്യൂറോക്രസിയുടെ പ്രശ്നമാണ്, അതിൽ വരുന്ന ഡിലേസ് ആണ്. ആൻഡ് വി ഹാവ് സം ലിമിറ്റഡ് റിസോഴ്സസ്. സോ അതും കുറച്ച് പ്രശ്നങ്ങളാണ്. ആൻഡ് വളരെ വലിയ അംബീഷൻസിന് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫണ്ടിങ് ആണ്. Okay, and we need the coordination between ministries and follow-up and also it shows the need for sustained investment. Okay, അതേപോലെ credibility in the global south. Africa will trust India's leadership only if promises are kept and scaled. ഓക്കെ, ഇത് പകുതി വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം അത് ഇപ്പോൾ പകുതി കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കി അത് അങ്ങനെ ഇട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യില്ല അല്ലേ. സോ ക്രെഡിബിലിറ്റി വളരെയധികം, അതായത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എന്നാൽ മാത്രമാണ് ആഫ്രിക്ക ഇന്ത്യനെ ട്രസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഇന്ത്യയുടെ ആ ഒരു ലീഡർഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഈ ഒരു IAFS ഇറ്റ് ക്യാൻ ബി ഇന്ത്യസ് ചാൻസ് ടു ഷോ ദാറ്റ് ഇറ്റ്സ് എ റിലയബിൾ ലോങ് ടേം പാർട്ട്ണർ ഫോർ ആഫ്രിക്ക. Okay, moving from symbolism to delivery and from big vision to real outcomes. So we'll move on to the next news, which is new start on the Alaska summit and the Ukraine war. So അലസ്കയിൽ നടന്ന സമ്മിറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ട്രംപും പുത്തിനും മെറ്റ് ഇൻ അലസ്ക, US വെച്ചിട്ട് ഇവർ തമ്മിലൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പീസ് ഡീലിലോട്ടൊന്നും എത്തിയിട്ടില്ലെങ്കിലും ചില പ്രോഗ്രസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. റഷ്യക്ക് വേണ്ടത്, റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ സ്ഥലം യുക്രൈൻ മറക്കണം എന്നാണ് റഷ്യ പറയുന്നത്, എസ്പെഷ്യലി ഡോൺബാസ് എന്ന് പറയുന്ന സ്ഥലം. ആൻഡ് ന്യൂട്രലായിട്ട് നിൽക്കണം യുക്രൈൻ, അതായത് നാറ്റോയിൽ ചേരരുത്. നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കാരണം നാറ്റോയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എതിരെയുള്ള അറ്റാക്കായിട്ട് കണക്കാക്കിയിട്ട് ഇവർ തിരിച്ചടിക്കും.
ഓക്കെ, സോ നാറ്റോയിൽ ചേരരുത്, യുക്രൈൻ നാറ്റോയിലേക്ക് പോകരുതെന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു മിലിറ്ററി, ദേ ഷുഡ് റിഡ്യൂസ് ദെയർ മിലിറ്ററി ആൻഡ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റഷ്യ ഒക്യുപ്പൈ ചെയ്ത കർഗീവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, യുക്രൈൻ്റെ സ്ഥലത്ത് നിന്നും ചിലപ്പോൾ പുൾ ബാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം. യുക്രൈന് വേണ്ടത് റഷ്യ പിടിച്ചെടുത്ത ലാൻഡ് ഒരു തരത്തിലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ആൻഡ് ആ സ്ഥലം ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് വേണമെന്നാണ് യുക്രൈൻ പറയുന്നത്. ആൻഡ് ദേ നീഡ് സ്ട്രോങ് സെക്യൂരിറ്റി ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ US-ന്റെ കയ്യിൽ നിന്നും യുക്രൈന് വേണ്ടത് വളരെ സ്ട്രോങ് സെക്യൂരിറ്റി ഗ്യാരണ്ടിയാണ്. ബാക്കിയുള്ള യൂറോപ്പിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും അമേരിക്കയുടെ അടുത്ത് നിന്നാണെങ്കിലും യുക്രൈന് വേണ്ടത് ആ ഒരു സെക്യൂരിറ്റിയാണ്. ഓക്കെ, സോ റഷ്യ കാണ്ട് അറ്റാക്ക് അഗെയിൻ. അമേരിക്ക എന്താ പറയുന്നത്, ട്രംപ് പറയുന്നത്, ട്രംപ് ഈസ് പുഷിംഗ് ഫോർ എ ബിഗ് പീസ് ഡീൽ. ഓക്കെ, ഒരു ടെമ്പററി സീസ് ഫയറിനല്ല ട്രംപ് ഇവിടെ ശ്രമിക്കുന്നത്. ഹി ഈസ് പുഷിംഗ് ഫോർ എ ബിഗ് പീസ് ഡീൽ ആൻഡ് നാറ്റോ ലൈക്ക് പ്രൊട്ടക്ഷൻ യുക്രൈന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് നാറ്റോ പോലെയല്ല, കാരണം നാറ്റോ ഒഫീഷ്യലി യുക്രൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സീനെ അങ്ങോട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രംപ് ഹി ഈസ് പ്രോമിസിങ് നാറ്റോ ലൈക്ക് പ്രൊട്ടക്ഷൻ ഫോർ യുക്രൈൻ വിത്ത് യൂറോപ്പ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി. സോ പോസിബിൾ പീസ് പ്ലാൻ ഹാസ് ബീൻ ഡിസ്കസ്ഡ്. സോ അവിടെയുള്ള ഒരു സദേൺ ഫ്രണ്ട് ലൈൻസിൽ ദ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അലോങ് ദി സദേൺ ഫ്രണ്ട് ലൈൻസ് ലൈക്ക് സാപ്രോസിയ, കെർസൺ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ള ആ ഒരു ഫൈറ്റിംഗ് നിർത്താനുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അവരുടെ ആ ഒരു സദേൺ ഏരിയയിൽ യുക്രൈൻ്റെ. അതേപോലെ റഷ്യ ഈ ഒരു ഡോൺബാസ് എന്ന് പറയുന്ന സ്ഥലം റഷ്യ കയ്യിൽ വെക്കും എന്ന് തന്നെയാണ് റഷ്യ പറയുന്നത്. യുക്രൈൻ ഗെറ്റ്സ് സ്ട്രോങ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് ആൻഡ് റഷ്യ ലീഗലി പ്രോമിസസ് നോട്ട് ടു അറ്റാക്ക് അഗെയിൻ. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് റഷ്യക്ക് വേണ്ടത് ആ സ്ഥലം, പിടിച്ചെടുത്ത സ്ഥലം വേണം, യുക്രൈൻ ന്യൂട്രലായിട്ട് നിൽക്കണം. യുക്രൈന് വേണ്ടത് സെക്യൂരിറ്റിയാണ്. ഞങ്ങൾ ആ ഒരു സ്ഥലം, റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ അമേരിക്കയ്ക്ക് വേണ്ടത് ലോങ് ടേം പീസ് ഡീലാണ്. ഓക്കെ, ആൻഡ് ദി കോംപ്രമൈസ് ബീങ് ഫ്ലോട്ടഡ് ഈസ് ഫ്രീസ് ദ വാർ വേർ ഇറ്റ് ഈസ്. ഓക്കെ, റഷ്യ കീപ്സ് ദി ഡോൺബാസ് ആൻഡ് യുക്രൈൻ ഗെറ്റ്സ് സ്ട്രോങ് പ്രൊട്ടക്ഷൻ ഫ്രം ദ വെസ്റ്റ്. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ് വിച്ച് ഈസ്, ഇത് നമ്മുടെ നേപ്പാളിൻ്റെ PM ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, ആൻഡ് ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള KP ശർമ്മ ഒലി ഈസ് എക്സ്പെക്റ്റഡ് ടു വിസിറ്റ് ഇന്ത്യ ഇൻ സെപ്റ്റംബർ 2025. ഇത് 2024 ജൂലൈയിൽ KP ശർമ്മ ഒലി അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം, PM ആയതിനു ശേഷം ഇവർ ഒരുപാട് കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഇന്ത്യയായിട്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു ടോക്ക് നടത്തണമെന്ന്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ പെൻഡിങ് സിൻസ് ഹി ബിക്കെയിം PM ഇൻ ജൂലൈ 2024. ഇതെന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് വേണ്ടത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻസ് ആണ്, എസ്പെഷ്യലി നൈബേഴ്സുമായിട്ട്, എസ്പെഷ്യലി ആഫ്റ്റർ ഈ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ ദി ബംഗ്ലാദേശ്. ഓക്കെ, സോ നേപ്പാൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റിക്കും ട്രേഡിനും റീജിയണൽ സ്റ്റെബിലിറ്റിക്കും എല്ലാം നേപ്പാൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. നേപ്പാളിൻ്റെ മേലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് എക്സ്പാൻഡ് ചെയ്യാനാണ് ചൈന ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യ വാണ്ട്സ് ടു സ്ട്രെങ്തൻ ദോസ് ടൈസ്. ഇപ്പോൾ റീസെൻറ്റ് കോപ്പറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ബോത്ത് കൺട്രീസ് ദേ ഹെൽഡ് വെരി ഹൈ ലെവൽ സെക്യൂരിറ്റി ടോക്സ് ഇൻ 2024. ഇനി അവരെന്തായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ ബെറ്റർ കണക്ടിവിറ്റി ഒക്കെ ആയിരിക്കും. റോഡ്സും റെയിൽവേസും ബാക്കി എനർജി ലിങ്കുകളെ പറ്റിയിട്ടായിരിക്കും, അവർ ബെറ്റർ കണക്ടിവിറ്റിയെ പറ്റിയിട്ടായിരിക്കും മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്നു. ആൻഡ് അവർ കുറച്ചും കൂടി ട്രേഡ് ബെറ്റർ ആക്കാൻ ശ്രമിക്കും ബിറ്റ്വീൻ ദി ടു കൺട്രീസ്. ആൻഡ് ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഇന്ത്യ ഒരുപാട് ഇന്ത്യ വിൽ സപ്പോർട്ട് സം ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഇൻ നേപ്പാൾ ആൻഡ് ഓൾ. സോ ഇവിടെ ഒരു ബിഗ് പിക്ചർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നൈബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടല്ലേ. സോ ഇന്ത്യ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതാണ്. ഇന്ത്യ ഈസ് യൂസിങ് ഇറ്റ്സ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി ടു കീപ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് നേപ്പാൾ ആൻഡ് കൗണ്ടർ ബാലൻസ് ചൈനാസ് ഇൻഫ്ലുവൻസ്. സോ ഈ KP ശർമ്മ ഒലിയുടെ ഇന്ത്യ വിസിറ്റ്, ഇറ്റ് ഈസ് അബൌട്ട് റീസെറ്റിംഗ് ദി ടൈസ്. ഓക്കെ, ഇറ്റ് വിൽ ബി ബൂസ്റ്റിംഗ് കോഓപ്പറേഷൻ ആൻഡ് ഇറ്റ് വിൽ ബാലൻസ് ചൈനാസ് റോൾ ഇൻ നേപ്പാൾ. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ന്യൂസ് വിച്ച് ഈസ് ഹെൽത്തോസൈഡ് എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതെന്താന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇത് ഗവർണൻസിലും പോളിറ്റിയിലും IR-ലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. GS പേപ്പർ 2-ൽ, അതായത് ഇൻ്റർനാഷണൽ ലോ, ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസ് ഒക്കെയാണ് ബേസിക്കലി ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇവിടെ ഈ ഗനീവ കൺവെൻഷൻ, ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയിലൊക്കെയുള്ള വളരെ വലിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ ഫോറിൻ പോളിസി എടുക്കുന്ന സമയത്ത് UN-ന്റെ ഒരു പീസ് കീപ്പിങ്ങിൽ ഇന്ത്യയുടെ റോൾ എന്താണ്, ആ ഒരു ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അഡ്വക്കസി ആൻഡ് ഓൾസോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ആ ഒരു ഗ്ലോബൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഇപ്പോൾ ഗാസയിലുള്ള കാര്യങ്ങളൊക്കെ ലൈക്ക് കേസ് സ്റ്റഡീസ് ലൈക്ക് ഗാസ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ യുവർ ആൻസേഴ്സ്. സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എത്തിക്സ്, ഓക്കെ, SA, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനിൽ എടുത്തവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണത്.
സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. ഇതൊരു പുതിയ ടേമാണ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ സം റിസർച്ചേഴ്സ് ഇൻ 2024. ഈ ഒരു ഹെൽത്തോസൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജെനിസൈഡ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. ഹെൽത്തോസൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡെലിബറേറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. ഒരു എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ വേണമെന്ന് പറഞ്ഞ് തകർക്കുക ഒരു യുദ്ധം നടക്കുന്ന സമയത്ത്. ഒരു ഹോസ്പിറ്റലല്ല, 1-2 ഹോസ്പിറ്റലുകൾ തകർക്കുകയല്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊല്ലുക എന്നുള്ളതല്ല, ആ ഒരു ഹോൾ സിസ്റ്റം തന്നെ തകർക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആൾക്കാർ അവിടെ സർവൈവ് ചെയ്യുന്നത്, അതുപോലും സമ്മതിക്കാതിരിക്കുക. സോ ഈ ഒരു ഹെൽത്തോസൈഡ് എങ്ങനെയാണ് ഈ നോർമൽ ഹെൽത്ത് കെയറിന് മേലുള്ള അറ്റാക്കുകൾ നടത്തുന്നതാണ്. പക്ഷേ ഈ ഹെൽത്തോസൈഡിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഹെൽത്ത് കെയറിന് മേലെയുള്ള ആക്രമണങ്ങൾ, അതായത് ഇറ്റ് ഈസ് വൺ ഓഫ് ഇൻസിഡൻറ്റ്, ലൈക്ക് ചിലപ്പോൾ ഒരു ഇറ്റ് ഈസ് ലൈക്ക് ബോംബിങ് 1 ആംബുലൻസ് ഓർ കില്ലിങ് 1 ഡോക്ടർ. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ 1 ഹോസ്പിറ്റലിനെ അങ്ങനെ വൈപ്പ് ഔട്ട് ആക്കുക, അതൊക്കെയാണ് ഹെൽത്തോസൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫുൾ സ്ട്രാറ്റജി ടു വൈപ്പ് ഔട്ട് ദി ഹെൽത്ത് കെയർ. അതായത് ഡോക്ടേഴ്സിന് കൊല്ലുക, ഹോസ്പിറ്റൽസ് ബോംബ് ചെയ്യുക, മെഡിക്കൽ സപ്ലൈസ് അങ്ങോട്ട് വരുന്നത് തടയുക, ആംബുലൻസസിന് ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹെൽത്തോസൈഡ് ആണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് സിമിലർ ടു ജെനിസൈഡ്. ഓക്കെ, അതായത് ആൾക്കാർക്ക് അവരുടെ ആ ഒരു ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാനുള്ള അവരുടെ ആ ഒരു അവകാശത്തിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ജെനിസൈഡ് ചെയ്യുന്നത്. സിമിലർ ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ ഹെൽത്തോസൈഡും. ഓക്കെ, സോ ഇറ്റ് ഈസ് പുഷിംഗ് ഫോർ സ്ട്രോങ്ങർ പ്രൊട്ടക്ഷൻ അണ്ടർ ദി ഇന്റർനാഷണൽ ലോ. ഗാസയിലെ കോൺഫ്ലിക്റ്റ് ആണ് ഇതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഓക്കെ, വി ക്യാൻ അവിടെ ഗാസയിൽ നമുക്ക് കാണാൻ പറ്റും, വി ക്യാൻ സീ ദി സിസ്റ്റമിക് ഡിസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഇസ്രായേൽ ഈസ് കില്ലിംഗ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ദേ ആർ ബ്ലോക്കിംഗ് ദി എയ്ഡ്. ഓക്കെ, അപ്പോൾ entire population, they are not getting any type of medical care there. Supporters പറയുന്നത്, എക്സ്പേർട്സ് പറയുന്നത്, say the word shows how healthcare is being weaponized എന്നുള്ളതാണ്. ഓക്കെ, not just accidentally harmed. അതേപോലെ we know that healthcare must not be attacked. ഓക്കെ, സോ ന്യൂ വേർഡ് മേ നോട്ട് ചേഞ്ച് മച്ച്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഹെൽത്ത് കെയറിന് ഒരു വാർ നടക്കുന്ന സമയത്ത് ആ ഒരു ഹെൽത്ത് കെയർ അതിനെങ്ങനെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. അതുപോലും ഇവിടെ ഇസ്രായേൽ ചെയ്യുന്നില്ല. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് ബി ഡൺ എന്ന് നോക്കുമ്പോൾ, വി മസ്റ്റ് റെക്കോർഡ് ആൻഡ് എക്സ്പോസ് സച്ച് വയലേഷൻസ്. ആ ഗവൺമെന്റിന്, ഇസ്രായേൽ ഗവൺമെന്റിനെ ഏറ്റവും എല്ലാ സൈഡിൽ നിന്നും പ്രഷറൈസ് ചെയ്യുകയാണ് വേണ്ടത് ടു ഫോളോ ദി ഇന്റർനാഷണൽ ലോസ്. ഓക്കെ, ആൻഡ് വി മസ്റ്റ് സ്റ്റോപ്പ് അതേഴ്സ് ഫ്രം സപ്പോർട്ടിങ് ദി ഹെൽത്ത് സൈഡ്. ഓക്കെ, എസ്പെഷ്യലി US. Get the medical community to fight against this weaponization. Okay, so ഈ ഹെൽത്തോസൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, it is a war tactic where an entire healthcare system is deliberately destroyed, leaving people with no chance of survival.